ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് റിലീസായി നാളെ ഡിസംബർ 25 വ്യാഴാഴ്ച മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററിലെത്തുന്നത്. ആദ്യം നമുക്ക് നിലവിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ, ഗോകുലം മൂവീസിന്റെ പാടിൽ ഗോകുലഗോപാലൻ നിർമ്മിച്ച് നവാഗതനായി ധനഞ്ജയ് ജയശങ്കർ സംവിധാനം ചെയ്ത് ഡിസംബർ 18 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ഇന്ന് ബുധനാഴ്ചയുടെ ഒരു വാരം പിന്നിടുന്ന ഈ സിനിമ 6ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 1,17,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 19,85,00,000 രൂപയാണ് ആദ്യ 6 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. 7ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയും ഈ സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ തന്നെയാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 21 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ ആദ്യ 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 40 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ പറഞ്ഞാൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കളങ്കാവൽ. ചിത്രം 3ാമത്തെ ബുധനാഴ്ച കൂടിയ 20ാം ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. 19ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 25,75,000 രൂപയായിരുന്നു. അങ്ങനെ 35,89,00,000 രൂപയാണ് ആദ്യ 19 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. 20ാം ദിവസമായ ബുധനാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ 25-30 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 20 ദിവസം കൊണ്ട് കേരളത്തിൽ 36,15,00,000 റേഞ്ചിലാണ് കളങ്കാവലിന്റെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 81.5-82 കോടി റേഞ്ചിലാണ്. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. രൺവീർ സിംഗ് നായകനായി ആദിത്യ ഥർ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ 19ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 23,25,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 4,65,00,000 രൂപയാണ് ഈ സിനിമയുടെ 19 ദിവസത്തെ കേരള കളക്ഷൻ. ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 19 ദിവസം കൊണ്ട് 589,50,00,000 രൂപയും ഗ്രോസ് കളക്ഷനായി 707,40,00,000 രൂപയുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വിദേശ കളക്ഷൻ മാത്രം 200 കോടി മറികടന്നിട്ടുണ്ട്. ടോട്ടൽ 19 ദിവസം കൊണ്ട് 907,40,00,000 രൂപയാണ് ലോകമെമ്പാടുമായി ഈ സിനിമ കരസ്ഥമാക്കിയിരിക്കുന്നത്. ജെയിംസ് കാമറോൺ സംവിധാനം ചെയ്ത് ഡിസംബർ 19 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഹോളിവുഡ് സിനിമയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. ഈ സിനിമയുടെ മലയാളം പതിപ്പ് ഉൾപ്പെടെ കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. 5ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 66 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെയുള്ള 5 ദിവസം കൊണ്ട് കേരളത്തിൽ 5 കോടിയോളം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 5 ദിവസം കൊണ്ട് 103,75,00,000 കളക്ട് ചെയ്ത ഈ സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 4,000 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത്. അത്യാവശ്യം മികച്ച ഹോൾഡറിന്റെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശിന്റെ തിരക്കഥയിൽ ദിഞ്ചിത് അയ്യത്താൻ സംവിധാനം ചെയ്ത് നവംബർ 21 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ഈ സിനിമയുടെ 33ാം ദിവസം കൂടി ഇന്നലെ ചൊവ്വാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ 4,60,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 33 ദിവസം കൊണ്ട് കേരളത്തിൽ 23,55,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 48 കോടി റേഞ്ചിലാണ്. ഇനി നാളെ ഡിസംബർ 25 വ്യാഴാഴ്ച ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തുന്ന പ്രധാനപ്പെട്ട മലയാള സിനിമകളുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വന്നാൽ, മോഹൻലാൽ ഇരട്ട വേഷത്തിൽ അഭിനയിച്ച് നന്ദകിഷോർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ഫാന്റസി ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന സിനിമയാണ് വൃഷഭ. തെലുങ്ക്, മലയാളം എന്നിങ്ങനെ 2 ഭാഷകളിലായി തിയേറ്ററിലെത്തുന്ന ഈ സിനിമയിൽ സമർജിത്ത് ലങ്കേഷ്, നയൻ സരിക, രാഗിണി ദ്വിവേദി, അജയ്, നേഹ സക്സേന എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. എന്തെങ്കിലും പ്രൊമോഷനോ ഹൈപ്പോ ബുക്കിങ്ങോ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടില്ല എന്ന നിരാശാജനകമായ വാർത്ത തന്നെയാണ് ആദ്യമേ പറയാനുള്ളത്. നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ സിനിമയ്ക്ക് ഇന്ത്യൻ പ്രീസെയിൽ ഘടന നേടിയെടുക്കാനായിട്ടുള്ളത് കേവലം 35 ലക്ഷം രൂപ മാത്രമാണ്. അതേസമയം ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 3,000-4,000 ടിക്കറ്റുകൾ വിറ്റഴിച്ചുകൊണ്ട് നിവിൻ പോളിയുടെ സർവമായ വമ്പൻ ട്രെൻഡിംഗാണ് നേടിയെടുത്തിരിക്കുന്നത്. അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത് നാളെ ഡിസംബർ 25 തിയേറ്ററിലെത്തുന്ന ഈ സിനിമ നിലവിൽ കേരളത്തിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ 1.5 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.